ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് പോളിമോർഫിസം എന്ന മെത്തേഡിനെ കുറിച്ചാണ്. പോളിമോർഫിസം ഒരു കോർ കൺസെപ്റ്റാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ. പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയെ വിവിധ ഫോമിൽ ആയി അവതരിപ്പിക്കുന്നതിനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ച് ഒരേ മെത്തേഡിനെ തന്നെ വിവിധ ഒബ്ജക്റ്റുകളിലായി നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് പോളിമോർഫിസം. ഓക്കെ, കോർ കൺസെപ്റ്റ് തന്നെ എന്ന് തന്നെ നമുക്ക് എന്തിനെ പറയാം, പോളിമോർഫിസത്തിനെ പറയാം. പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ വിവിധ ഫോമിലായിട്ട് അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ വിവിധ രൂപത്തിലായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോളിമോർഫിസം ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ച് ഒരു മെത്തേഡിനെ തന്നെ നമുക്ക് വിവിധ ഒബ്ജക്റ്റുകളിലായി വിവിധ രൂപത്തിലായിട്ട് ഉപയോഗിക്കാം. അതായത് നമ്മൾ ഒരു മെത്തേഡിനെ തന്നെ നമുക്ക് ഒന്നിലധികം രൂപത്തിലേക്കായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയുക. പോളിമോർഫിസം എന്ന് സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പോളി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം, മോർഫ് എന്ന് പറഞ്ഞാൽ രൂപാന്തരപ്പെടുത്തുക. ഒന്നിലധികം രൂപത്തിലേക്കായി നമ്മൾ മാറ്റി ചെയ്യുന്നതിനെയാണ് നമ്മൾ പോളിമോർഫിസം എന്ന് പറയുന്നത്. അപ്പോൾ പോളിമോർഫിസം ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ക്ലാസ് ഉപയോഗിച്ചിട്ട് ഒരു സിമ്പിൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതിനെ തുടർന്ന് ഞാൻ എങ്ങനെ പോളിമോർഫിസം ചെയ്യാമെന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്ലാസ് എന്ന കീവേഡ് ഉപയോഗിച്ച് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഡിസ്പ്ലേ എന്നുള്ളൊരു ഫംഗ്ഷന് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഡിസ്പ്ലേ എന്നുള്ളൊരു ഫംഗ്ഷന് ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ മെസ്സേജ് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ലോഗ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ടെക്സ്റ്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. എ ഈസ് ഇൻവോക്ഡ് എന്നൊരു മെസ്സേജ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് അടുത്തൊരു ക്ലാസ് കൂടി ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ക്ലാസ് എന്ന് പറയുന്നത് എ എന്ന ക്ലാസ്സിനെ നമ്മൾ ബി എന്ന ക്ലാസ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രൂപത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന് ക്ലാസ് ബി എക്സ്റ്റെൻഡ്, നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഏതെന്നാണ്, എക്സ്റ്റെൻഡ് എ എന്ന ക്ലാസ് എന്നാണ് നമുക്ക് ഇതിലേക്ക് ബി എന്ന ക്ലാസ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബ്രാക്കറ്റ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഈ ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ രൂപത്തിൽ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ നമ്മൾ ബി എന്ന ക്ലാസ്സിന് ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്ന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേരിയബിൾ ഡിക്ലെയർ വേർ എന്ന് എഴുതിയതിന് ശേഷം ബി എന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഈക്വൽ ടു, എന്നിട്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ പേരെന്താണോ അത് ഞാനിവിടെ ചേർത്ത് കൊടുത്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഇവിടെ വന്ന് സ്റ്റേറ്റ്മെൻറ്റ് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഈ ബി എന്ന മെത്തേഡ് വെച്ചിട്ട് ബി എന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിസ്പ്ലേ എന്ന ക്ലാസ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഈ ഡിസ്പ്ലേനെ നമുക്കിവിടെ കോൾ ചെയ്യാൻ കഴിയും, കാരണം ഇത് ഈ എ എന്ന ക്ലാസ്സിൻ്റെ ഉള്ളിലെ ഡിസ്പ്ലേ എന്ന മെത്തേഡിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബി എന്ന ക്ലാസ്സിൽ ഉപയോഗിക്കാം, കാരണം ബിയിലേക്ക് എ എന്ന ക്ലാസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊന്ന് സേവ് ചെയ്തു. അതിനുശേഷം നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കാം. അപ്പം ഞാൻ നോഡ് വെച്ചിട്ടാണ് റണ്ണ് ചെയ്യുന്നത്. അപ്പം നോഡ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ടെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പം നമുക്കിവിടെ വന്ന് എ ഈസ് ഇൻവോക്ഡ് എന്ന ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് വേറൊരു രൂപത്തിലേക്കായി നമുക്കൊന്നുകൂടി മാറ്റി എഴുതാം. ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്ത രൂപത്തിൽ തന്നെ ഒന്നാമത്തെ മെത്തേഡ് ഇവിടെ തന്നെ എഴുതി. രണ്ടാമത്തെ മെത്തേഡിൻ്റെ ഉള്ളിൽ, രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിസ്പ്ലേ എന്ന പേരിൽ മറ്റൊരു മെത്തേഡ് കൂടി ക്രിയേറ്റ് ചെയ്യുകയാണ്, ഡിസ്പ്ലേ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു മെസ്സേജ് ചേർത്ത് കൊടുക്കുകയാണ്, ഡോക്യുമെന്റ് കൺസോൾ ഡോട്ട് ലോഗ്. അപ്പോൾ ലോഗ് ഇട്ടതിന് ശേഷം എൻ്റർ അടിച്ചാൽ മതി. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ബി ഈസ് ഇൻവോക്ഡ് എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ഇപ്പോൾ രണ്ട് ക്ലാസ്സാണ്, അതിൽ രണ്ടിലും ഒരേ പേരിൽ തന്നെ ഒരേ പേരിൽ തന്നെ രണ്ട് മെത്തേഡുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിളിൻ്റെ പേര് എ എന്ന് ചേർത്ത് കൊടുത്തു. അതായത് നമ്മൾ ഈ ക്ലാസ്സുകൾക്ക് ഒരു ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എ എന്ന ഒബ്ജക്റ്റ്. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് ഒരു അറേ രൂപത്തിലാണ് നമ്മൾ ഈ ഒബ്ജക്റ്റുകളെയൊക്കെ കാൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ രണ്ട് ക്ലാസ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ അറേ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ വന്ന് ന്യൂ എന്ന് എഴുതിയതിന് ശേഷം നമുക്ക് ഒന്നാമത്തെ ക്ലാസ്സിന് നമ്മൾ ഈ എ എന്നുള്ളൊരു ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്തത്, കോമ. അതേപോലെ രണ്ടാമത്തെ ക്ലാസ്സിനും ഇതേ രൂപത്തിൽ തന്നെ എ എന്ന ഒബ്ജക്റ്റിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബി എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊരു
ഫോർ ഈച്ച് മെത്തേഡ് വെച്ചിട്ട് നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പം ഞാനിവിടെ വന്ന് എ ഡോട്ട് ഫോർ ഈച്ച് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഇട്ടു. ഫങ്ഷൻ, ഒരു ഫങ്ഷനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫങ്ഷൻ്റെ പേര് മെസ്സേജ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മെസ്സേജ് ഡോട്ട് അതിനുശേഷം നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ പേര് ഡിസ്പ്ലേ എന്നുള്ളത് ഇങ്ങോട്ട് കോൾ ചെയ്തെടുക്കുന്നു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക്, ഈ ബ്രാക്കറ്റ് നമുക്ക് അറ്റ് ലാസ്റ്റാണ് ക്ലോസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം നമ്മളിവിടെ ഈ ബ്രാക്കറ്റ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. എന്നിട്ട് ഈ പ്രോഗ്രാം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ വന്ന് രണ്ടും ഇവിടെ പ്രിൻറ്റ് ചെയ്യും, എയും അതേപോലെ തന്നെ ബിയും പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഇതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ക്ലാസ് എ, ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു ഡിസ്പ്ലേ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എ ഈസ് ഇൻവോക്ഡ് എന്നൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യിപ്പിച്ചു. അതേപോലെ രണ്ടാമത്തെ ക്ലാസ് ബി, ഈ ബി എന്ന ക്ലാസ്സിലേക്ക് എ എന്ന ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ക്ലാസ്സിൻ്റെ ഉള്ളിലൊരു മെത്തേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഡിസ്പ്ലേ, അതിൻ്റെ ഉള്ളിൽ ബി ഈസ് ഇൻവോക്ഡ് എന്ന് ചേർത്ത് കൊടുത്തു. പിന്നെ ഇവിടെ ഒരു എ എന്നുള്ളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന അറേ മെത്തേഡിലാണ്. അതായത് രണ്ട് ക്ലാസ്സിനെയും നമ്മൾ എ എന്ന ഒബ്ജക്റ്റിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊരു അറേ മെത്തേഡിലായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് എ ഡോട്ട് ഫോർ ഈച്ച് ഫങ്ഷൻ മെസ്സേജ്, എന്നിട്ട് എന്താണോ പ്രിന്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഫോർ ഈച്ച് എന്ന് പറഞ്ഞാൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിൽ വരുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഒന്നാമത്തത് എന്താണോ അത് ഡിസ്പ്ലേ എന്നുള്ളതിന് കോൾ ചെയ്യും. അതേപോലെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ഡിസ്പ്ലേ എന്ന മെത്തേഡിനെ നമുക്ക് ഇവിടെ കോൾ ചെയ്ത് വരും. അപ്പോൾ പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡിനെ തന്നെ നമുക്ക് ഒന്നിലധികം രൂപത്തിലേക്കാക്കി മാറ്റുന്നതിനെയാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. അപ്പോൾ പോളിമോർഫിസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും